അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തു സബയിന്റെ 23 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ്. മയ്യ, അവിടെ നൂനിന് ശേഷം യാ വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. യർസുഖുക്കും അവിടെ അവിടുത്തെ മഖ്റജ് ശ്രദ്ധിക്കേണ്ടതുമാണ്. ഖുലില്ലാഹ് വ ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ളലാലിമ്മു, തൻവീന് ശേഷം മീമ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം. എന്നാൽ ഹുദൻ ഔ എന്നിടത്ത് മണിക്കാൻ പാടില്ല, ഇൽഹാർ ചെയ്യേണ്ട സ്ഥലമാണ്. قل لا تسألون عما أجرمنا ولا نسأل عما تعملون. قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. ഈ ആയത്തിൽ അറൂനിയല്ലദീന എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഗ്രാമർ പ്രകാരം അറൂനി എന്നാണ് അത് പറയുകയെങ്കിലും ഓതുമ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. ബശീറൻ വ, അവിടെ തൻവീനേശം വാവ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഇദ്ഗാമും ബിഗുന്നയാണ് ഓതണം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ ويقولون متى هذا الوعد إن كنتم صادقين. إن كنتم രണ്ടിടത്തിലും ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. قل لكم ميعاد يوم لا تستأخرون عنه ساعة لا تستأخرون عنه ساعة ولا تستقدمون. തൗഹീദ് സംബന്ധമായ പരാമർശങ്ങളും പരലോകത്ത് ശഫാഅത്ത് നടക്കുന്ന സന്ദർഭത്തിൽ പോലും ശഫാഅത്തിന് അനുവദിക്കപ്പെട്ട ആൾ അത് ലഭിച്ചുവെന്നറിയുമ്പോൾ മാത്രമാണ് മുഅ്മിനീങ്ങൾക്ക് ഒരു ആശ്വാസമാകുന്നത് എന്ന് സംബന്ധമായ പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് സഹായങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളുമായി പോകുന്നവരോട്, ആരാധന ചെയ്യുന്നവരോട് ചോദിക്കാൻ അല്ലാഹു പറയുന്ന വാക്ക് മുതലാണ് 24-ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. ഖുൽ, നബിയെ ചോദിക്ക്, മൻ യർസുഖുക്കും, നിങ്ങൾക്കാരാണ് വിഭവങ്ങൾ നൽകുന്നത്, റിസ്ഖ് നൽകുന്നത്. റിസ്ഖ് എന്നത് മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. എല്ലാ വിഭവങ്ങൾക്കും പറയാവുന്ന ഒരു പേരാണ്. എല്ലാം നൽകുന്നത് ആരാണ്? മിനസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും. അപ്പോ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമാണ് മനുഷ്യന് വിഭവങ്ങൾ ലഭിക്കേണ്ടത്. സൂര്യന്റെ ഊർജ്ജം ലഭിക്കണം, വായു ലഭിക്കണം, ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളക്കണം, അതിലൂടെ ധാന്യങ്ങൾ ഉണ്ടാകണം, ഭക്ഷണങ്ങൾ ഉണ്ടാകണം, കായ്കനികൾ ഉണ്ടാകണം. ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ നൽകുന്നത് ആരാണ്? ഒന്നും വേണ്ട, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കെല്ലാം ഉള്ള വിശ്വാസം ഖുർആൻ പലയിടത്തായി പറയുന്നുണ്ട്. അവർ അല്ലാന്ന് പറയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയാണ്, കുലില്ല, അല്ലാഹ് തന്നെ എന്ന് പറഞ്ഞേക്ക്. അവരത് വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവാണെന്ന് അവർക്കറിയാം, അള്ളാഹുവാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പറയുകയാണ്. വ ഇന്നാ,
നാം ആണോ അഥവാ ഞങ്ങളാണോ, ഔ ഇയ്യാക്കും അല്ലെങ്കിൽ നിങ്ങളാണോ, ലഅലാ ഹുദൻ സന്മാർഗത്തിലുള്ളത്, ഔ ഫി ലലാലിം മുബീൻ അല്ലെങ്കിൽ വ്യക്തമായ വഴികേട്, ലലാലത്ത് വഴിപിഴച്ചു പോയവർ. ഞങ്ങളാണോ വഴികേടിൽ ദുർമാർഗത്തിൽ അല്ലെങ്കിൽ ഞങ്ങളാണോ സന്മാർഗത്തിൽ? നിങ്ങളാണോ ദുർമാർഗത്തിൽ, നിങ്ങളാണോ സന്മാർഗത്തിൽ? ഈ ആയത്തിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. ഉറപ്പാണ് വിഭവങ്ങൾ നൽകുന്നവനെ മാത്രം ആരാധിക്കുക എന്നതാണ് നേർമാർഗം. മറ്റേത് ദുർമാർഗമാണ്, വെട്ടിത്തുറന്ന് പറയാവുന്നതാണ്. നമ്മുടെ പ്രബോധകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, മറ്റുള്ളവരോട് ദഅവത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്യമാണിത്. കാരണം ആളുകള് നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ നരകത്തിലാണ് എന്നൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ് ദഅവത്ത് നടത്തുന്ന കുറെ ആളുകളെ കാണാം. സത്യത്തിൽ ചിന്തിക്കുവാനുള്ള, ആളുകൾക്ക് ആലോചിക്കുവാനുള്ള വളരെ സൗമ്യമായ വാക്കുകളാണ് ഖുർആൻ ഇവിടെ പ്രയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശഭൂമികളിൽ നിന്ന് വിഭവം നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. എങ്കിൽ ഞങ്ങളാണോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ചോദിക്കണം, പറയണമെന്ന് പറയുന്ന ഞങ്ങളാണോ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുകയും പറയുകയും നേർച്ച നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളാണോ സന്മാർഗത്തിലുള്ളത് എന്ന ചോദ്യമാണ്. ചിന്തിക്കാൻ അവസരം കൊടുക്കുകയാണ്. വേണേ വെട്ടിത്തുറന്ന് പറയാം, നിങ്ങൾ വഴികേടിലാണ്, ഞങ്ങൾ സന്മാർഗത്തിലാണെന്നൊക്കെ. പക്ഷെ ഈ ശൈലി അങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു വീണ്ടും ചോദിക്കാൻ വേണ്ടി പറയുന്നു. കുൽ പറയാൻ വേണ്ടി, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാം. കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ലാ തുസ്അലൂന അമ്മാ അജ്റംന, ലാ തുസ്അലൂന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അഥവാ നിങ്ങളോട് ചോദിക്കൂല. അമ്മാ അജ്റംന ഞങ്ങൾ എന്തെങ്കിലൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ നിങ്ങളോട് ചോദിക്കൂല, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ അജ്റംന ഞങ്ങൾ കുറ്റം ചെയ്തതിനെ സംബന്ധിച്ച്. വലാ നുസ്അലു ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളാണ് ഉത്തരവാദി, നിങ്ങളാണ് അതിനോട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരിക, നിങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക, നിങ്ങൾ ഉത്തരം ചെയ്യണം. അപ്പോ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളുമായിട്ടായിരിക്കും പരലോകത്തെത്തുക. അതുകൊണ്ട് ആലോചിച്ചോ, നമ്മൾ നമ്മുടേതും നിങ്ങൾ നിങ്ങളുടേതുമായി പോകും. ആലോചിച്ച് സന്മാർഗം തീരുമാനിക്കണം എന്നാണ് ഭൂമിയിലുള്ള ഓരോ മനുഷ്യരോടും ഇപ്പോഴും നമുക്ക് ദഅവത്ത് നടത്തുമ്പോൾ പറയാനുള്ളതാണ്. പരലോകത്തെത്തുമ്പോൾ ഞങ്ങളും നിങ്ങളൊക്കെ വേറെ വേറെയായിരിക്കും. ഞങ്ങളിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ വഴികേടിലായി പരലോകത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ്. നിങ്ങൾ നിങ്ങളെ കർമ്മങ്ങൾ, ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ ഗുണകാംക്ഷാപൂർവം പറഞ്ഞു കൊടുക്കേണ്ടുന്ന ശൈലിയാണെന്നാണ്. കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, യജ്മഉ ബൈനനാ റബ്ബുനാ നമ്മുടെ റബ്ബ് നമുക്കിടയിൽ ഒരുമിച്ച് കൂട്ടും. നാളെ പരലോകത്ത് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടും. സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് എന്താണ് ഹക്ക് എന്നത് നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. നമ്മളൊക്കെ ഒരുമിച്ച് കൂടി പരലോകത്ത് അല്ലാഹു പറഞ്ഞുതരും എന്താണ് ഹക്ക് എന്നത്. വഹുവൽ ഫത്താഹുൽ അലീം അവൻ എല്ലാം അറിയുന്നവനും എല്ലാറ്റിൻ്റെയും തീർപ്പ് കൽപ്പിക്കുന്നവനുമാണ്, എല്ലാറ്റിൻ്റെയും വിജയശില്പിയാണ്. കാര്യങ്ങളുടെ അന്തിമ തീരുമാനം അവന്റെ കയ്യിലാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കാൻ വേണ്ടി പറയുന്നു, കുൽ നബിയെ പറ, അറൂനി അല്ലദീന, അറൂനി അല്ലദീന, അറൂനി എന്നാണ് ശരിക്ക് പറയേണ്ടത്. ഓതുമ്പോൾ അറൂനി അല്ലദീന എന്ന് ഓതുക. അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു തരുവിൻ, അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ നിങ്ങൾ അള്ളാഹുവിന് ശരീക്കായി കൂട്ടിച്ചേർക്കപ്പെട്ടവരെ ഒന്ന് കൂട്ടിച്ചേർത്തവരെ എനിക്കൊന്ന് കാണിച്ചതാ. കല്ലാ ഇല്ല, ഉണ്ടാവുകയില്ല. ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം അള്ളാഹു അഗാധജ്ഞാനനാണ്, പ്രതാപശാലിയാണ്, അവൻ അള്ളാഹുവാണ്. അങ്ങനെ ഒരാളില്ല. അല്ലല്ലാത്ത ആരും ലോകത്ത് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശരീക്കായിട്ട് അള്ളാഹ്ക്കില്ല. അത് അല്ലാഹ് മാത്രാണ്. ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല. ലോകത്ത് ദൈവവിശ്വാസികളായി ആരൊക്കെയുണ്ടോ, ഒരേകനായ പടച്ചവനല്ലാത്ത മറ്റൊരാളാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് പോലും, കോടാനുകോടി മനുഷ്യരിൽ ഒരാൾക്കും സാധിക്കൂല. അന്നും സാധിക്കൂല, ഇന്നും സാധിക്കൂല. ദൈവവിശ്വാസികൾക്കിടയിലാട്ടോ, അല്ലാത്തവര് പിന്നെ വെറും വന്ന ബുദ്ധികളാണ്. അപ്പോ അള്ളാഹുവിനോട് ചേർത്തി പറയാൻ ഒരു ശരീക്കിനെ
നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് കൂടെ ശരീക്കുണ്ട്, പങ്കുകാരുണ്ട്, അള്ളാഹിന്റെ കൂടെ വേറെ ആൾക്കാരോട് ചോദിക്കാം, അവർ തരും, അവർ റെക്കമെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞവരോട് ചോദിക്കണം. ആരെങ്കിലും ഒരാളെ കാണിച്ച എന്താണ് അവർ സൃഷ്ടിച്ചത്, എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവർക്കുള്ളത്, സ്വന്തമായി ഒന്നുമില്ല. അപ്പൊ അതാണ്. ഇനിയോ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, നബിയെ താങ്കളെ അർസൽന എന്ന് പറഞ്ഞാൽ അയക്കുക, നിയോഗിക്കുക എന്നാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, അയക്കപ്പെട്ടവൻ എന്നൊക്കെയാണ്. അർസൽനാക്ക, നിന്നെ നാം അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനിലേക്കുമല്ലാതെ, മുഴുവൻ ജനങ്ങളിലേക്കുമല്ലാതെ. സമാനമായ ആയത്തുകൾ ഖുർആൻ വേറെയും സ്ഥലത്ത് പറയുന്നുണ്ട്. അഅറാഫിന്റെ 158 ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം. ഖുൽ നബിയെ പറ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാനിതാ നിങ്ങൾക്ക് മുഴുവനിലേക്കുമുള്ള ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നാം നിയോഗിതരായിട്ടില്ല. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഞാൻ ലോകരിലേക്ക് മുഴുവനും അയക്കപ്പെട്ടവരാണ്, എല്ലാ ജനങ്ങളിലേക്കുമുള്ളവരാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബഷീറൻ വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടും മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, വലാകിന്ന പക്ഷേ, അക്സറന്നാസി ജനങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. അന്ന് നോക്കൂ നിങ്ങൾ, റബീഉൽ 6-ാം നൂറ്റാണ്ടിൽ നിയോഗിതനാകുന്ന ഒരു മനുഷ്യൻ 1500 വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടുന്നു, മഹത്വം പറയപ്പെടുന്നു, പ്രകീർത്തിക്കപ്പെടുന്നു, സ്വലാത്ത് ചെല്ലപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആ പേര് വിളിച്ചു പറയപ്പെടുന്നു. എന്തൊരത്ഭുതമാണ്! അന്നത്തെ ജനങ്ങൾ ആരെങ്കിലും ആ മനുഷ്യനെ നിഷേധിക്കുമ്പോ, ആ മനുഷ്യനെ പുച്ഛിക്കുമ്പോ, ആ മനുഷ്യനെ പരിഹസിക്കുമ്പോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാഹ് പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധികം ആളുകളും ഈ പ്രവാചകന്റെ ഈ മഹത്വം മനസ്സിലാക്കുന്നില്ലല്ലോ. മനസ്സിലാക്കിയ ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്, അവിടുത്തെ അനുയായികളായിട്ടുമുണ്ട്. അപ്പോ മറ്റുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, മുമ്പ് അയക്കപ്പെട്ട പല പ്രവാചകന്മാരും അതത് രാജ്യത്തേക്ക്, അതത് ഗോത്രങ്ങളിലേക്ക്, അതത് നാടുകളിലേക്ക് ഒക്കെയായിരുന്നു. അന്ന് ഇത്രത്തോളം ആളുകളില്ല. ജനങ്ങളുടെ പെരുപ്പം നോക്കൂ നിങ്ങൾ. ഈ ജനപ്പെരുപ്പത്തെ സംബന്ധിച്ച് പ്രത്യേകമായ കണക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇനി ഖിയാമത്ത് നാൾ വരെ മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഈ പരിശുദ്ധ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ശരീഅത്ത് തന്നെ എല്ലാ കാലങ്ങളിലേക്കും പ്രായോഗികമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിലേക്ക് നിയോഗിതനായ ദൂതനാണ്. ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ്. ഇനിയോ വയഖൂലൂന, അവര് ചോദിക്കുന്നു, മതാ ഹാദൽ വഅദ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്നാണ്. നിങ്ങൾ ഈ വാഗ്ദാനം ചെയ്തത് മത്താ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നാണ്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതാ അന്ത്യനാള് വരും, പരലോകം വരും, ഖിയാമത്ത് നാള് വരും എന്നൊക്കെ. അതെപ്പോഴാ? ഖുർആൻ പലയിടത്തും ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെവിടെയും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ വ്യത്യസ്തമായൊരു ഉത്തരാണ്. കുൽ നബിയെ പറ, ലക്കും മീആദു യൗമിൻ ലാ യസ്തഖിറൂന അൻഹു സഅ വലാ യസ്തഖ്ദിമൂൻ. ലക്കും, നിങ്ങൾക്കുണ്ട് മീആദ്, ഇതാ നിങ്ങൾ കാത്തിരുന്നോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട് എന്നാണ്. അന്ന് ആ ദിനം വന്നാൽ, ആ സമയം, യൗം എന്നതുകൊണ്ട് മുമ്പ് പലപ്പോഴും ഞാൻ വിശദീകരിച്ചതാണ്. യൗം എന്ന് ഡേ എന്ന ദിവസത്തിൽ നമ്മൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തെ പറ്റിയുള്ള പ്രയോഗമുണ്ട്.
പക്ഷെ ഖുർആൻ പലയിടത്തിലും ഘട്ടം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം എന്ന് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ഒരു ദിവസം മാത്രം കണക്ക് കൂട്ടേണ്ടതില്ല. നിങ്ങൾക്കൊരു ഘട്ടം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്, ഒരു ദിനം വരാനുണ്ട്. അത് വന്നാൽ, ആ ടൈം എത്തിക്കഴിഞ്ഞാൽ ലാ തസ്തഖിറൂന, നിങ്ങൾ കുറച്ചു കാലത്തേക്ക് കൂടി ഇവിടെ ജീവിക്കാൻ വിചാരിച്ചാൽ നടക്കൂല. അൻഹുസാഅത്തൻ, ഒരു സമയവും, ഒരു നാഴിക നേരവും, ഒരു നിമിഷ നേരവും നിങ്ങൾക്ക് പിന്നോട്ട് അത് മാറ്റിവെക്കപ്പെടുകയില്ല. വലാ തസ്തഖ്ദിമൂൻ, കുറച്ച് നേരത്തെ മുന്നോട്ടായി പോവുക, അത് രണ്ടുമില്ല. പടച്ചവന്റെ തീരുമാനത്തിൽ ഒരു സമയമുണ്ട്, ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അള്ളാഹു എപ്പോഴാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് മറുപടി വിടേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, അത് നിങ്ങൾ പ്രതീക്ഷിച്ചോ. ഖുർആൻ പലയിടത്തും അയ്യാന മുർസാഹ എന്നൊരിടത്ത് പറയുന്നുണ്ട്. അത് പറയാൻ നീ ആരാ? അപ്പൊ അത് പറയണ്ട. അങ്ങനെ ദിവസം നിശ്ചയിച്ചും സമയം നിശ്ചയിച്ചൊന്നും ആ ദിനത്തെപ്പറ്റി പരിചയപ്പെടുത്തേണ്ടതില്ല. ഓരോ മനുഷ്യന്റെ മരണവും അവന്റെ പരലോക ജീവിതത്തിന്റെ തുടക്കമാണ്, അവന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്, അവന്റെ അന്ത്യനാളിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ആ അർത്ഥത്തിൽ അന്ത്യനാളിനെ പറ്റി ചോദ്യത്തിന്റെ പ്രസക്തി പോലും ഇല്ല, എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന്. മനുഷ്യൻ അത്രമേൽ നിസ്സഹായനാണല്ലോ, അത്രമേൽ ക്ഷണികമായ ജീവിതം നൽകപ്പെട്ടവരാണല്ലോ മനുഷ്യൻ. ഏത് സമയത്തും അള്ളാഹുവിന്റെ മലക്ക് വന്നാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ, അതിലപ്പുറത്തേക്കൊന്നും ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാ അന്ത്യനാൾ എന്ന് ചോദിക്കുന്നതിലൊരു അർത്ഥവുമില്ല. അന്ത്യനാൾ വരുമെന്ന കാര്യത്തിൽ ലോകത്തൊരാൾക്കൊട്ടും തർക്കവുമില്ല. കാരണം ശാസ്ത്രീയമായിട്ട് തന്നെ സൂര്യൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി അവസാനം അതങ്ങോട്ട് തീരും. അപ്പോ ലോകം തീരും. കാരണം സൂര്യന്റെ വെളിച്ചവും സൂര്യന്റെ ഊർജവും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതുമാണ് ഭൂമിയിൽ ആവശ്യമായ ജീവൻ നിലനിർത്തുന്നതാണ്. അതില്ലെങ്കിൽ പിന്നെ എല്ലാം തീർന്നു, ആകാശവും ഭൂമിയും ഒക്കെ താളം തെറ്റും. അപ്പോ ഇരിക്കട്ടെ, ഏതായിരുന്നാലും അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്നതാണ്. ആ ദിവസം ഒരുപാട് വിഡ്ഢികൾ, ഇപ്പോ 2020 അന്ത്യനാള്, 2000 അന്ത്യനാള്, അങ്ങനെ പല ദിനവും പറഞ്ഞ് ആത്മഹത്യ ചെയ്തവരൊക്കെ ലോകത്ത് ഒരുപാടുണ്ട്. വളരെ കൃത്യമാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം. ആ ദിവസം വരും, അത് എപ്പോഴാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിനത്തിന് വേണ്ടി ഒരുങ്ങാനും അതിൽ തയ്യാറെടുക്കാനും പരലോക വിജയികളായി തീരുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.